രാജീവ് റോഷൻ എന്ന നടന് പരിചയപ്പെടുത്തലുകൾ ആവശ്യമില്ല. മലയാളി കുടുംബ പ്രേക്ഷകർ കഴിഞ്ഞ കുറേയധികം വർഷമായി രാജീവിനെ കാണുന്നു. മലയാള സീരിയൽ രംഗത്തെ ഈ താരനായകന് പക്ഷേ അഭിനയം ഒരു ലക്ഷ്യമേ ആയിരുന്നില്ല. ബിസിനസ് കുടുംബത്തിൽ ജനിച്ചു വളർന്ന് ബിസിനസ് മേഖലയിൽ തന്നെ തുടരാൻ കൊതിച്ച രാജീവ് അഭിനയ രംഗത്തേക്ക് എത്തിയതിന് തികച്ചും യാദൃച്ഛികം എന്നേ പറയാനാകൂ. ഇപ്പോഴിതാ വ്യക്തിജീവിതത്തിലെയും അഭിനയ ജീവിതത്തിലെയും വിശേഷങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ രാജീവ് തുറന്നു പറഞ്ഞിരിക്കുന്നത്. പോസിറ്റീവ് റോളുകൾ ചെയ്തു തുടങ്ങിയ ശേഷം പാവം പിടിച്ച ഭർത്താവ് എന്ന ഇമേജ് തനിക്ക് വന്നുവെന്നും പെൺകോന്തൻ എന്ന ടാഗ് ലൈൻ ഉണ്ടായെന്നും താരം പറയുന്നു. അത്തരം കഥാപാത്രങ്ങൾ ബോൾഡാകും, പക്ഷെ ഒരുപാട് എപ്പിസോഡുകൾ കഴിയണം. അപ്പോഴേക്കും ജനങ്ങളുടെ മനസ്സിൽ എൻ്റെ കഥാപാത്രത്തിന് പെൺകോന്തൻ എന്ന ഇമേജ് വരും. അതൊരു മാനസിക ബുദ്ധിമുട്ട് ഉണ്ടായതോടെയാണ് അത്തരം കഥാപാത്രങ്ങൾ ചെയ്യുന്നില്ലെന്ന് തീരുമാനിച്ചത്. പിന്നെ സിനിമ പോലെയല്ല സീരിയൽ, സെലക്റ്റീവായാൽ വർക്ക് കുറയും, താരം പറയുന്നു. തൻ്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളും അഭിമുഖത്തിൽ സംസാരിക്കുന്നുണ്ട്. തൈറോയിഡിൽ ക്യാൻസറിൻ്റെ നൊഡ്യൂൾ കണ്ടത് മുതൽ സർജറി നടത്തുക മാത്രമാണ് ചെയ്തതെന്നും അതിൻ്റെ പേരിൽ ഓൺലൈൻ ചാനലുകൾ എല്ലാം ചേർന്ന് തന്നെ കൊന്നില്ലെന്നേ ഉള്ളൂ എന്നും താരം പറയുന്നുണ്ട്. അസുഖം വന്നത് സീരിയലിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു. തൈറോയിഡ് ക്യാൻസറിൻ്റെ നൊഡ്യൂൾ വന്നു. 3 ഹോസ്പിറ്റലിൽ നിന്ന് ഒപ്പീനിയൻ എടുത്തു. ഭൂരിഭാഗം പേരും പറഞ്ഞത് തൈറോയിഡ് നീക്കം ചെയ്യുക എന്നാണ്. പകുതി ഓപ്പറേറ്റ് ചെയ്ത് കളയാനാണ് ഒരു ആശുപത്രിയിൽ നിന്ന് പറഞ്ഞത്. പക്ഷേ വീണ്ടും നൊഡ്യൂൾ വന്നാൽ വീണ്ടും ഓപ്പൺ ചെയ്യേണ്ടി വരും. അതിലും നല്ലത് മുഴുവനായി നീക്കം ചെയ്യുന്നതാണെന്ന് ഡോക്ടർമാർ പറഞ്ഞപ്പോൾ സർജറിക്ക് വിധേയനായി. അതും വാർത്തയായിരുന്നു. പക്ഷേ തെറ്റായ സീരിയൽ രംഗത്ത് മാത്രമായി നിന്നാൽ വളർച്ചയുണ്ടാകില്ലെന്നും കാര്യമായി സമ്പാദിക്കാനാവില്ലെന്നും തിരിച്ചറിഞ്ഞതോടെയാണ് അഭിനയത്തിൽ നിന്നും ഇടവേളയെടുക്കാൻ തീരുമാനിച്ചതെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. സെലക്റ്റീവായാൽ അവസരവും കുറയും. അങ്ങനെയാണ് ദുബായിലേക്ക് പോകാനും അവിടെ ബിസിനസ് ആരംഭിക്കാനും തീരുമാനിച്ചത്. അവിടെ റെസ്റ്റോറൻറ്റ് ബിസിനസ് തുടങ്ങി. അതിനിടയിൽ വിവാഹവും കഴിഞ്ഞ് ബിസിനസ് കാര്യമായ നേട്ടം ഉണ്ടാക്കാതായപ്പോൾ തിരികെ നാട്ടിലേക്ക് മടങ്ങിയെത്തുകയായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു. അഭിനയത്തിൽ അത്ര സജീവമല്ല താരം. ഇതിനോടകം നിരവധി സീരിയലുകളും അതുപോലെ ചില സിനിമകളുടെയും ഭാഗമാകാൻ രാജീവ് റോഷന് സാധിച്ചിട്ടുണ്ട്. അക്കാലത്ത് സീരിയലുകളിൽ തിളങ്ങി നിൽക്കുന്ന നായക കഥാപാത്രം തന്നെയായിരുന്നു രാജീവ്. ഇപ്പോഴാണ് താരം സീരിയലിൽ നിന്നും വളരെയധികം പിറകോട്ട് മാറി നിൽക്കുന്നത്. ബിസിനസ് കാര്യങ്ങളിലെല്ലാം ശ്രദ്ധ കേന്ദ്രീകരിച്ചതുകൊണ്ടാണ് തനിക്കിപ്പോൾ അഭിനയ രംഗത്തേക്ക് എത്താൻ സാധിക്കാത്തത് എന്നാണ് രാജീവ് പറയുന്നത്. ഉറപ്പായും നല്ലൊരു കഥാപാത്രം ലഭിച്ചു കഴിഞ്ഞാൽ താൻ എന്തായാലും അഭിനയത്തിലേക്ക് തന്നെ തിരിച്ചു വരും എന്നും രാജീവ് പറയുന്നു.